മികവിന്റെ അംഗീകാരം വീണ്ടും പുനലൂർ താലൂക്ക് ആശുപത്രിക്ക്. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ഏറ്റവും മികച്ച ആശുപത്രിക്കുള്ള സംസ്ഥാന അവാർഡാണ് ഇക്കുറി താലൂക്ക് ആശുപത്രിക്ക് ലഭിച്ചത്. തുടർച്ചയായി രണ്ടാം തവണയാണ് ഈ അംഗീകാരം. പുനലൂർ നഗരസഭയുടെയും ആശുപത്രിയിലെ ജീവനക്കാരുടെയും ചിട്ടയായ പ്രവർത്തനവും ആത്മാർത്ഥതയുമാണ് അവാർഡ് ലഭിക്കാൻ കാരണമെന്ന് താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് അറിയിച്ചു. ഈ അവാർഡ് ശരിക്കും ഞങ്ങൾക്കൊരു പ്രചോദനമാണ്. നിങ്ങൾ ഈ ആശുപത്രിയെ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഏറ്റവും പഴക്കമുള്ള ഏറ്റവും പുരാതനമായ കെട്ടിടങ്ങളാണ് ഇവിടെ ഉള്ളത്. പക്ഷെ അത് ഏറ്റവും പുതുതായി പണി കഴിപ്പിച്ച ഒരു കെട്ടിടമാക്കി മാറ്റിയെടുത്തത് ഇവിടെയുള്ള ജീവനക്കാരുടെ കൂട്ടായ ഒരു പ്രയത്നമാണ്. ഞാനതിനൊരു നിമിത്തമായി എന്ന് മാത്രമേ ഞാൻ കരുതുന്നുള്ളൂ. പഴയ കാലത്ത് ഏറ്റവും മോശമായ രീതിയിൽ ഏറ്റവും മലിനമായ ആശുപത്രിയിൽ ഒന്നായിട്ട് നമ്മൾ ഈ ആശുപത്രി അറിയപ്പെടുന്നു. അതിൽ നിന്നൊക്കെ മാറിയിട്ട് സുഗന്ധം വമിക്കുന്ന ഒരുപക്ഷെ നമ്മുടെ വീടിന്റെ അകത്തളം മാതിരി ഈ ആശുപത്രി ശുചിയായിട്ട് സൂക്ഷിക്കാൻ ഈ ജീവനക്കാരുടെ കഠിനാധ്വാനമുണ്ട്. എല്ലാ ദിവസവും ഈ ആശുപത്രി 3 നേരം വൃത്തിയാക്കുന്നുണ്ട്. മാസത്തിൽ ഒരു ദിവസം എല്ലാ കാറ്റഗറിയിലുള്ള ജീവനക്കാരും ഭേദമില്ലാതെ, അതായത് നഴ്സിംഗ് സ്റ്റാഫ് ആയിക്കോട്ടെ, ക്ലീനിങ് സ്റ്റാഫ് ആയിക്കോട്ടെ, അഡ്മിനിസ്ട്രേറ്റീവ് വിംഗിൽ ഓഫീസ് സ്റ്റാഫ് ആയിക്കോട്ടെ, എല്ലാവരും ഒത്തൊരുമിച്ച് ഈ ആശുപത്രി ക്ലീൻ ചെയ്യുന്ന ഒരു സംവിധാനം ഇവിടെ ഉണ്ട്. ജീവനക്കാർക്ക് മെച്ചപ്പെട്ട സേവനം നൽകാൻ നമുക്ക് കഴിയുന്നുണ്ട്. 4 രോഗികൾക്ക് ഒരു സ്റ്റാഫ് നഴ്സ് എന്നുള്ള അനുവാദമുണ്ട്. ഒരു സർക്കാർ സംവിധാനത്തിൽ ഇത് വളരെ അപ്രായോഗികമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ അതിവിടെ ഞങ്ങൾ സാധ്യമാകുന്നുണ്ട്. 18 സ്റ്റാഫ് നഴ്സുകൾ യാതൊരു ശമ്പളവും പറ്റാതെ ഇവിടെ വർഷങ്ങളായിട്ട് ജോലി ചെയ്യുന്നത് ഒരു സേവനം എന്നുള്ള നിലയിൽ തികച്ചും ആതുര സേവന രംഗത്ത് ഒരു മാതൃകയാകാൻ ഞങ്ങൾ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് വിശ്വാസം. സംസ്ഥാനത്തെ ആദ്യ റഫറൽ യൂണിറ്റായി പ്രഖ്യാപിച്ച ഈ ആശുപത്രി ഭൌതിക സാഹചര്യങ്ങളുടെ അപര്യാപ്തതയാൽ നട്ടം തിരിയുകയായിരുന്നു. കഴിഞ്ഞ 2 വർഷം കൊണ്ട് ആശുപത്രി പരിമിതികൾ അതിജീവിച്ച് മുന്നേറുകയാണ്. ജില്ലാ ആശുപത്രി പദവി ലഭിക്കുന്നതിനുള്ള നടപടികൾ പ്രാരംഭഘട്ടത്തിലാണ്. ജില്ലാതല ക്യാൻസർ കെയർ സെന്റർ കഴിഞ്ഞ മാസം പുനലൂരിൽ ആരംഭിച്ചിരുന്നു. മികച്ച ശുചീകരണ പ്രവർത്തനവും ദോഷകരമല്ലാത്ത മാലിന്യ സംസ്കരണവുമാണ് അവാർഡിന് അർഹമാക്കിയത്. ബുധനാഴ്ച തിരുവനന്തപുരം കനകക്കുന്ന് കൊട്ടാരത്തിൽ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അവാർഡ് വിതരണം ചെയ്യും. ന്യൂസ് ബ്യൂറോ, പുനലൂർ.